നമസ്കാരം. ജീവനക്കാരെ കൊന്നു തിന്നുന്ന നയമാണ് ഈ സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത്. ക്ഷാമബത്ത കുടിശ്ശിക 22% ഉയർന്നിട്ടും വായ തുറക്കാത്ത ധനകാര്യമന്ത്രിയും സഭയിൽ വെള്ളം കുടിക്കുന്ന മുഖ്യമന്ത്രിയുമാണ് കാണുന്നത്. കുടിശ്ശികയായ സർക്കാർ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ നിയമസഭാ പ്രസംഗത്തിൽ വെള്ളം കുടിക്കുകയാണ് പിണറായി വിജയൻ. ജീവനക്കാരെ നോക്കുകുത്തികളാക്കുകയാണ്. ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷണറെ കുറിച്ച് മൗനം പാലിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം. 2024 ജൂലൈ 1 മുതൽ ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണത്തെ കുറിച്ച് ചട്ടം 300 അനുസരിച്ചുള്ള മന്ത്രിയുടെ പ്രസംഗത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം മതിയെന്നാണ് ചീഫ് സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന്റെയും നിലപാട്. ഇവർ മുഖ്യമന്ത്രിയിൽ സ്വാധീനം ചെലുത്തിയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിണറായി വിജയന്റെ നിലപാട്. ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് കമ്മീഷണറെ വയ്ക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞതോടെ കടുത്ത നിരാശയിലായി. 5 വർഷം കൂടുമ്പോഴുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം ഇനി സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കുകയാണോ എന്ന ആശങ്കയിലാണ് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഇപ്പോഴുള്ളത്. ഇത്രയും വലിയ പ്രതിസന്ധിക്കിടയിൽ ഇപ്പോൾ ഈ വർഷം ഡിസംബറിൽ 2ാമത്തെ കേരളീയം നടത്താൻ നിശ്ചയിച്ചിറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടികൾ ചിലവിടുന്ന ആഘോഷ പരിപാടിയോടുള്ള വിമർശനങ്ങളെ അവഗണിച്ച് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധൂർത്തുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയൊന്നും മുഖ്യന് വിഷയമേയല്ല. കേരളീയത്തിന് പിന്നാലെ നവകേരള സദസ്സും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ സംസ്ഥാനം. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തിയാകും കേരളീയം നടത്തുക എന്നാണ് പ്രഖ്യാപനം. കഴിഞ്ഞ തവണയും സ്പോൺസർഷിപ്പ് ആയിരുന്നു. വ്യാപക പണപ്പിരിവ് നടത്തി ഖജനാവിൽ നികുതിയായി എത്തേണ്ട പണം കേരളീയത്തിന്റെ മറവിൽ സ്പോൺസർഷിപ്പായി മാറുകയായിരുന്നു. നികുതി തട്ടിപ്പുകാരുടെ പറുദീസയായി കേരളം മാറിക്കഴിഞ്ഞു. ആരാണ് സ്പോൺസർ എന്ന ചോദ്യത്തിന് മുഖ്യനും ചീഫ് സെക്രട്ടറിക്കും ഒരു ഉത്തരവുമില്ല. കൈമലർത്തുകയാണ്. എല്ലാം പരമരഹസ്യം.